രേണുസുതിക്കെതിരെ സംസാരിച്ചുകൊണ്ടെങ്കിൽ ഇപ്പൊ അലിൻ ജോസ് പെരേരയും രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കുന്നതിന് മുന്നേ രേണുസുതിയും അലിൻ ജോസ് പെരേരയൊക്കെ ഒരുമിച്ച് ഷോർട്ട് ഫിലിംസും ഇൻസ്റ്റഗ്രാമിൽ റീൽസും എല്ലാം ചെയ്ത് നടന്നിരുന്നവരാണ്. പക്ഷെ ഇപ്പൊ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പൊ ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് അലിൻ ജോസ് പെരേര എന്തായാലും രേണുസുതിനെ എന്തായാലും കോൺടാക്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് 2 മണിക്കൂറത്തേക്ക് 10,000 രൂപയാണ് എന്തായാലും അലിൻ ജോസ് ഓഫർ ചെയ്തത്. പക്ഷെ ആ ഒരു എമൗണ്ടിൽ എന്തായാലും രേണുസുതി ഓക്കെ അല്ലെന്ന് പറയുകയും അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അപ്പൊ അതിനെ തുടർന്നാണ് എന്തായാലും ഇപ്പൊ അലിൻ ജോസ് പെരേര എന്തായാലും ലൈവിൽ വരികയും ഇത്തരത്തിൽ രേണുസുതിക്കെതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും സംസാരിക്കുന്നത്. അതായത് വന്ന വഴി മറക്കരുത്, ഇതുപോലത്തെ രീതിയിൽ എമൗണ്ട് ഒക്കെ ഇത്രയധികം കൂട്ടിച്ചേർക്കുന്നൊന്നും വിചാരിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അലിൻ ജോസ് ആ ഒരു ലൈവ് അവസാനിപ്പിക്കുകയും എന്നാൽ അതിനുശേഷം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്തായാലും രംഗത്ത് പോകുന്നുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഉറപ്പായിട്ടും രേണുസുതിക്ക് എതിരെ വലിയ രീതിയിൽ തന്നെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതായത് വന്ന വഴി മറക്കരുത്, ഒരു 500 രൂപക്ക് വരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് രേണുസുതി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ക്ലിപ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആൾക്കാർ എന്തെങ്കിലും സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാൻ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി അന്ന് പറഞ്ഞൊരു കാര്യം അത് ഇപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതേ എമൗണ്ട് തന്നെ മേടിച്ച് രേണുസുതി ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഇതിപ്പോ രേണുസുതിക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ പോലും നമ്മളുടെ ശമ്പളം എത്രയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആവശ്യപ്പെടാം. ഇപ്പൊ ഈ രേണുസുതിക്ക് പറഞ്ഞ 10,000 രൂപയല്ല, വേണമെങ്കിൽ രേണുസുതിക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ ആണെങ്കിൽ 2 മണിക്കൂറത്തേക്ക് ചോദിക്കാം. അത് കൊടുക്കാൻ അലിൻ ജോസ് പെരേരയുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രം മാറ്റർ. അതായത് വേണ്ടെങ്കിൽ വേണ്ട, അത് വിട്ടുകളയാവുന്നതാണ്. കണ്ടൊരുമിച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിരുന്നു, വെബ് സീരീസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ റീൽസ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അതേവരെ എമൗണ്ട് തന്നെ മേടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും യാതൊരു ലോജിക്കില്ല. അതായത് ഇപ്പൊ ഒരു ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ച് പുറത്തിറങ്ങിയതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഈ പറയുന്ന ആൾക്കാർക്കിടയിൽ നല്ലൊരു അഭിപ്രായം കാര്യങ്ങളും ഉറപ്പായിട്ടും രേണുസുതിക്കുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ബുദ്ധിപരമായി ഉപയോഗിച്ച് മുന്നോട്ട് വരുന്നിടത്തേനാണ് ഉറപ്പായിട്ടും രേണുസുതിയുടെ ഗ്രാഫ് മുകളിലോട്ട് പോകുന്നത്. അല്ലാതെ വീണ്ടും പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇതുപോലത്തെ ഒരു ഷോയിൽ ഭാഗമായത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. കാര്യം ഉറപ്പായിട്ടും ഒരു നല്ലൊരു രീതിയിലേക്ക് നമ്മളൊരു ഗ്രാഫ് പോകുമ്പോൾ വീണ്ടും അത് ഗ്രാഫ് മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കണം. അല്ലാതെ വീണ്ടും പഴയ ട്രാക്കിലേക്ക് തിരിച്ചു വരുന്നതിനകത്ത് എന്താണ് ഒരു ലോജിക്കലി അതിന്റെ സാധ്യത എന്താണ് നമുക്ക് അതിനൊന്ന് ആലോചിച്ച് നോക്കാവുന്നല്ലോ. ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ നല്ലൊരു സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സക്സസ് പിടിച്ച് പിന്നെയും ആ മുകളിലോട്ടാണ് പോകാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഒരിക്കലും താഴോട്ട് നമ്മൾ വന്ന അതേ പാതയിൽ തന്നെ തിരിച്ച് എത്താൻ വേണ്ടിയല്ലല്ലോ ഇത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും നമുക്ക് സക്സസ് കിട്ടാനും വീണ്ടും ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ ഈ പറയുന്ന രേണുസുതി ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവിടെ വിട്ടുകളയാവുന്നതാണ്. അല്ല ഇത്തരത്തിൽ വന്നിട്ട് അവര് വന്ന വഴി മറക്കരുത്, അല്ലെങ്കിൽ അവർ ഇത്രയും എമൗണ്ട് ചോദിക്കാൻ പാടുന്നൊന്നും പറയാനുള്ള ഒരു അവകാശം അവർക്കില്ല. ഇപ്പൊ അത് പൂർണ്ണമായിട്ട് രേണുസുതിയുടെ ഇഷ്ടമാണ്. ആരോടൊപ്പം ഷോർട്ട് ഫിലിം ചെയ്യണം, ആരോടൊപ്പം ഫോട്ടോ എടുക്കണം, ആരോടൊപ്പം സംസാരിക്കണം, ഇതെല്ലാം പൂർണ്ണമായിട്ടും അത് രേണുസുയുടെ മാത്രം സ്വാതന്ത്ര്യമാണ്, അവര് മാത്രം താല്പര്യമാണ്. അതിനകത്ത് കയറിയിട്ട് ഒരുപാട് അഭിപ്രായം പറയുന്നതിനോട് പേഴ്സണലി ഞാൻ യോജിക്കുന്നില്ല. രേണുസുവിനോട് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീഡിയകളോടൊക്കെ സംസാരിക്കുന്ന സമയം ഉപയോഗിക്കുന്ന വാക്കുകളായിക്കോട്ടെ, ആ ഒരു എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ള കാര്യം. ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന സംസാരമായിക്കോട്ടെ, അല്ലെങ്കിൽ ആ ഒരു വെപ്രാളമായിക്കോട്ടെ, പല കാര്യങ്ങളും പലപ്പോഴും ഈ പറയുന്ന കാണുന്ന ഓഡിയൻസിലേക്ക് ഇത്തിരി ജാട എന്നുള്ള ഇതിലൊരു ഇമേജെങ്കിലും കുറച്ചെന്തായാലും വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ശ്രദ്ധിച്ചാൽ തീരാവുന്ന ഒരു കേസുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ആങ്കർ, ഇപ്പൊ ഒരു ഇന്റർവ്യൂ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ ആങ്കർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നോക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതായത് ചിലപ്പോൾ നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും വലിയ രീതിയിൽ പ്രശ്നമാകുകയോ അതിൽ മറ്റു പലർക്കും ചിലപ്പോൾ വളരെയധികം ഒരു ഉപദ്രവമായി വരുന്നവരെ നമ്മൾ കണ്ടതാണ്. സോ അപ്പൊ ഇത്തരത്തിൽ ഈ ആങ്കർ സംസാരിക്കുന്ന സമയം അവരെന്തിനെ കുറിച്ച് സംസാരിക്കുന്നു എന്നതിനെ കുറിച്ചും കൂടി രേണുസുതി ശ്രദ്ധിക്കുകയും അത് സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു കാര്യമാണെങ്കിൽ അത് പറഞ്ഞിട്ട് ആ ഒരു ഇന്റർവ്യൂ സ്റ്റോപ്പ് ചെയ്യാൻ വരെ രേണുസുതി ആ ഒരു രീതിയിലേക്ക് വരുന്നാലും രേണുസുതി എത്തണം എന്ന് മാത്രം എനിക്ക് എന്തായാലും പറയാനുള്ളൂ.